ശ്രീബുദ്ധൻ ഏഷ്യയുടെ വെളിച്ചം. ജീവചരിത്രം. രചന എഡ്വിൻ അർണോൾഡ്. വിവർത്തനം ശൂരനാട് രവി. ശബ്ദം നൽകുന്നത് രാഹുൽ HI. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC Books 2021. A DC Books production. ഒന്നാം സർഗം. ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ദയാപൂർണനായി വിശേഷിപ്പിക്കപ്പെടുന്നവനും മഹാജ്ഞാനിയും സർവ്വലോകങ്ങളിലും ആദരിക്കപ്പെടുന്നവനും ഗുണസത്തമനും ലോകസംഗ്രഹ കർത്താവുമായ സിദ്ധാർത്ഥനെന്ന യുവരാജാവ് നിർവാണ ധർമ്മഗുരുവാകുന്നു. അദ്ദേഹത്തിന്റെ വേദം ഇതാകുന്നു: ശ്രീബുദ്ധ ഭഗവാൻ മനുഷ്യർക്കായി വീണ്ടും ജനിച്ചത് ഇപ്രകാരമാണ്. പരമോന്നതമായ ഈ ജഗത്തിന്റെ ഇപ്പുറത്ത് 4 ദിക്പാലകന്മാർ ഈ ലോകത്തെ കാത്തുരക്ഷിക്കുന്നു. അവരുടെയൊക്കെ മുകളിൽ പുണ്യം ചെയ്ത് മരിച്ചവരുടെ ആത്മാക്കൾ പാർക്കുന്ന ഒരു ലോകമുണ്ട്. പുണ്യാത്മാക്കൾ 3000 വർഷം അവിടെ ജീവിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ വന്നു പിറക്കുന്നു. പുണ്യാത്മാക്കളുടെ ലോകത്തെത്തിച്ചേർന്ന ഭഗവാൻ ബുദ്ധന്റെ ആത്മാവിൽ ലോകോദയത്തിന്റെ 5 അടയാളങ്ങൾ ദേവതകൾ കണ്ടു. അത് കണ്ടിട്ട് ദേവതമാർ പറഞ്ഞു, ലോകാനുഗ്രഹത്തിനു വേണ്ടി ബുദ്ധൻ ഇനിയും ഭൂമിയിൽ അവതരിക്കേണ്ട സമയമായി. അത് കേട്ട് ബുദ്ധന്റെ പുണ്യാത്മാവ് പ്രതിവചിച്ചു, ശരി, ഞാനിതാ വീണ്ടും പോകുന്നു. ലോകരക്ഷയ്ക്കായി ഞാനിതാ വീണ്ടും പോകുന്നു. ഇതെന്റെ അവസാനത്തെ യാത്രയാണ്. എന്റെ ജന്മവും മൃത്യുവും ഇവിടെ അവസാനിക്കുന്നു. എന്റെ ധർമ്മോപദേശം കേൾക്കുന്നവർക്കും ജനിമൃതികൾ അവസാനിക്കുന്നു. നല്ലവരായ ജനങ്ങളും നീതിമാനായ രാജാവുമുള്ള ശാക്യവംശത്തിൽ ഹിമാലയത്തിന് തെക്കുള്ള ആ മഞ്ഞൻ പുറങ്ങളിൽ ഞാനിതാ വീണ്ടും ജനിക്കുന്നു. പുണ്യാത്മാക്കളുടെ വിഹാരഭൂമിയായ പിതൃലോകത്ത് ഈ സംഭാഷണം നടന്ന ദിവസം രാത്രി മായാവതി ശുദ്ധോധന മഹാരാജാവിന്റെ സമീപത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ ഒരു അദ്ഭുത സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. അതാ, ആകാശത്തു നിന്നൊരു നക്ഷത്രം, കാമധേനുവിന്റെ പാൽ നിറത്തിൽ ഒരാനയുടെ അടയാളമുള്ളത്, 6 രശ്മികളുള്ളത്, പനിനീർ പൂമുത്തിന്റെ നിറമുള്ളത്, ഉജ്ജ്വലമായ പ്രഭയുള്ളത്. ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് അതിവേഗത്തിൽ പറന്നുവന്ന് മായാദേവിയുടെ ഗർഭപാത്രത്തിൽ വലതുഭാഗത്തായി പ്രവേശിച്ചു. ഭൂമിയിൽ ഒരമ്മയ്ക്കുമുണ്ടാകാത്ത ദിവ്യമായ ഒരാനന്ദം. അതിൽ പകുതി പുലരും മുമ്പ് ഭൂമിയിൽ പതിച്ചു. അതിന് എന്തൊരു തിളക്കമായിരുന്നു! കുന്നുകൾ ഇളകിമറിഞ്ഞു. കടൽത്തിര താണ് താണ് അടങ്ങി. പകൽ സമയത്ത് മാത്രം വിടരുന്ന പൂക്കൾ ആ ദിവ്യമായ വെളിച്ചത്തിൽ വിടർന്നു. നട്ടുച്ചയുടെ ഒരു തിളക്കം എങ്ങും പൊട്ടിവിടർന്നു. ഒരു ചുടുവെയിൽ കാട്ടിലെ ഇരുൾപ്പാടുകളെ പൊൻപ്രഭയുള്ളതാക്കി തീർത്തു. രാജ്ഞിയുടെ മനസ്സുഖം അത്യന്താഗാധങ്ങളായ നരകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. പാതാളഗർത്തങ്ങളിൽ ഏതോ ഒരു ശബ്ദം മുഴങ്ങി. അത് എവിടെയൊക്കെയോ ചെന്നു മുട്ടി. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: ഹേ, മരിച്ചവരായി വീണ്ടും ജന്മമെടുക്കാനിരിക്കുന്നവരെ, ഹേ, മരിക്കാൻ കാത്തുനിൽക്കുന്നവരെ, നിങ്ങളെല്ലാം എഴുന്നേൽക്കൂ. ഇത് കേൾക്കൂ. നിങ്ങൾ ഇത്രമാത്രം ആശിക്കൂ. ബുദ്ധന്റെ അവതാരമായിരിക്കുന്നു. ബുദ്ധന്റെ അവതാരം ആഗതമായിരിക്കുന്നു. ഈ വചനം നരകങ്ങളിൽ സുഖത്തിൻ്റെതായ, സന്തോഷത്തിൻ്റെതായ ഒരു പുതിയ വെളിച്ചം പരത്തി. ഭൂമിക്ക് ഒരു നെഞ്ചിടിപ്പ് അനുഭവപ്പെട്ടു. അപൂർവമായ ഉന്മേഷത്തിന്റെ കുളിരുമായി ഒരു പുതിയ കാറ്റ് എങ്ങും വീശി. കടലിനെയും കരയെയും ആ കാറ്റ് ഒരുപോലെ തലോടി. അങ്ങനെ നേരം വെളുത്തു. രാജ്ഞിക്കുണ്ടായ സ്വപ്നത്തിന്റെ അർത്ഥമറിയുവാൻ രാജാവിന് കൗതുകമുണ്ടായി. സ്വപ്നവ്യാഖ്യാതാക്കളെ വരുത്തി. അവർ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഈ സ്വപ്നം ഉത്തമം തന്നെ. സൂര്യൻ കർക്കിടകത്തിലാണ്. മഹാരാജ്ഞി പ്രസവിക്കുന്ന ഉണ്ണി സകലമാന ജനങ്ങൾക്കും അറിവിന്റെ വെളിച്ചം നൽകുന്നവനായി, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനായി, അജ്ഞാനം നീക്കുന്നവനായി തീരും. നാട് ഭരിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ വാഴുന്നവനായി തീരും. ഇപ്രകാരമാണ് ശ്രീബുദ്ധ ഭഗവാന്റെ ജനനമുണ്ടായത്. അത്ഭുതകരമായ ഒരു സ്വപ്നം അങ്ങനെ സത്യമായി തീർന്നു. അന്നൊരു
Sample complete. Ready to continue?